ഭൂഗോളത്തിൽ ചിരിപിടിയോളം ഭാഗത്തിന്റെ ആജീവനാന്ത അവകാശിയായി തീർന്നതോടെ ഭാവി ജീവിതം സുരക്ഷിതമായി എന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു. സംഭവം 2 ഏക്കർ തെങ്ങുംപറമ്പാണ്. നന്നാക്കി സ്റ്റൈലാക്കാൻ കഴിയുന്ന ഒരു പഴയ വീടുമുണ്ട്. തേങ്ങ വിറ്റ് എല്ലാ ജീവിതാവശ്യങ്ങളും നേടാം. കുറേ മാവുകളും 2 വരിക്കപ്ലാവുമുണ്ട്. വീട്ടാവശ്യത്തിനുള്ള വിറക് പറമ്പിൽ നിന്ന് കിട്ടും. പുരാതനമായ ഒരു കിണറുമുണ്ട്. നല്ല വെള്ളം സുലഭം, മിനറൽ വാട്ടർ. ഈ വീട്ടു നികുതിയും പറമ്പിന്റെ നികുതിയും അടയ്ക്കുന്നുണ്ടേ. തീ പിടിച്ച് വിലയ്ക്ക് വാങ്ങിയ ഈ കഷ്ണം ഭൂമിയുടെ എല്ലാ ഉടക്കകളും തീർത്തിട്ടുണ്ട്. മുന്നാധാരങ്ങളെല്ലാം സഭദ്രം പെട്ടിയിരിക്കുന്നുണ്ട്. ഭൂഗോളത്തിലെ ഈ 2 ഏക്കർ സ്ഥലത്തിന് ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ഡകടാകത്തിലോ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും തന്നെ യാതൊരു അവകാശവുമില്ല. ഈ സംഗതി നാട് ഭരിക്കുന്ന ഗവൺമെന്റ് ഉറപ്പു തന്നിട്ടുള്ളതാണ്. ഇവിടെ തെങ്ങുകളും മാവുകളും പ്ലാവുകളും മറ്റു മരങ്ങളുമുണ്ട്. മുറ്റത്തിന്റെ അതിരിൽ പൂച്ചെടിയുണ്ട്. ചുറ്റും വേലിയും ഗേറ്റുമൊക്കെ ഉണ്ട്. കാവൽക്കാരനായി ഷോൻ എന്ന ഒരു ഉശിരൻ നായയുമുണ്ട്. കേട്ടില്ലേ? പിന്നെ ആശ്രിതരായി കോഴികൾ, പശുക്കൾ, ആടുകൾ, പൂച്ചകൾ. പിന്നെ എൻ്റെ മക്കളും മക്കളുടെ മക്കളും ഭാര്യയുമുണ്ട്. എല്ലാവരുടെയും സുഖസമ്പൂർണമായ ജീവിതം ഇതാ ഈ നിൽക്കുന്ന തേങ്ങകളെ ആശ്രയിച്ചാണ്. തേങ്ങകൾ, മനസ്സിലായോ? തേങ്ങകൾ, അതാണ് കഥ. തേങ്ങയ്ക്ക് വലിയ വിലയാണ്. വിറ്റാൽ നല്ല കാശ് കിട്ടും. ജീവിതം അങ്ങനെ സുഖകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ദാ വരുന്നു ഒരു കൂട്ടർ. പ്രപഞ്ചങ്ങളിൽ ആരെയും മാനിക്കാത്ത ഒരു കൂട്ടർ. എന്ത് മനോഹരമായ പറമ്പ്! നിറയെ പൂക്കൾ, ചെടികൾ. വാ, വയറ് നിറയെ തേൻ കുടിക്കാം. റെഡി? 1, 2, 3. Wow! Wonderful! Fantastic! What a beauty! അവിടെ മാങ്ങ, ഇവിടെ ചക്ക, അപ്പുറത്ത് പേരക്ക, പപ്പായ സപ്പോർട്ടും തകർത്തു തിമിർത്തു. ഇനി ഇവിടെ തന്നെ താമസം. നോക്കടി, പക്ഷികൾ വന്നിരിക്കുന്നു. അവരാ പഴമെല്ലാം തിന്നാൻ പോവാ. ഹായ് ഫ്രണ്ട്സ്, ഹായ്. ക്യാരി ഓൺ. നിങ്ങൾ തേൻ കുടിക്കി, ഞങ്ങൾ അപ്പോഴത്തേക്കും പഴങ്ങൾ തിന്നട്ടെ. അയ്യോ,
ചിലപ്പോൾ സൂക്ഷിക്കണം. ആ ശരി ശരി. ആരുടെ കയ്യിലും നെയ്യപ്പവും ദോശയും ഒന്നും കാണുന്നില്ലല്ലോ. ഓ, വിശക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. വഴി മാറണ. വിശക്കുന്ന നേരത്താണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ വിറകാണെ കത്തുന്നുമില്ല. ഊതി ഊതിയ മടുത്തു. എന്റെ കണ്ണ് നീറിയിട്ട് വയ്യ. അവന്റെ ഒരു ഗമ കണ്ടില്ലേ? ദോശയൊക്കെ അന്വേഷിച്ചു പോകുക. അടുക്കളയിലേക്കുള്ള പോക്ക ഇപ്പൊ കിട്ടിയത് തന്നെ. എല്ലാം തട്ടി മനസ്സിലായി. ഏഹേ, ഒരു നിമിഷം ഒന്ന് നിൽക്കൂ, ചോദിക്കട്ടെ. എന്താ വേണ്ടത്? ഞാൻ ഈ വീടിന്റെ ഒരു എളിയ ഉടമസ്ഥനാണേ. നിങ്ങൾക്ക് എന്താണാവോ എന്റെ പറമ്പിൽ കാര്യം? ഈ 2 ഏക്കർ ഭൂമിയുടെ അവകാശി ഞാനാണ്. അവകാശിയോ? അത് കൊള്ളാമല്ലോ. അപ്പോൾ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്കും ഭക്ഷണം വേണ്ടേ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? അതന്നെ. ഈ ഭൂഗോളത്തിൽ നിങ്ങൾ മനുഷ്യവർഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ പരുന്തും കീരിയും എലിയും അണ്ണാനും ഓന്തും കുറുക്കന്മാരും ഒക്കെയുണ്ട്. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. 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 ഞങ്ങൾക്കുണ്ട് അവകാശം. ഞങ്ങൾക്കുണ്ട് അവകാശം. ഭൂമിയിലുണ്ട് അവകാശം. ഭൂമിയിലുണ്ട് അവകാശം. ഞങ്ങൾക്കുണ്ട് അവകാശം. ഞങ്ങൾക്കുണ്ട് അവകാശം. ഭൂമിയിലുണ്ട് അവകാശം. ഭൂമിയിലുണ്ട് അവകാശം. ഞങ്ങൾക്കുണ്ട് അവകാശം. അവർ പ്രതിഷേധിക്കട്ടെ. പ്രതിഷേധിക്കാൻ അവർക്കും മനുഷ്യരെ പോലെ അവകാശമുണ്ടല്ലോ. എന്താണ് ഇവിടെ ഒരു ബഹളം? പക്ഷികൾ കരയുകയും നായകൾ കുരക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഓ അതോ, അത് നമ്മുടെ പറമ്പിലേക്ക് ചില അതിഥികൾ വന്നതാ. അതിഥികൾ? അതാരാണെന്നൊക്കെ എനിക്കറിയാം. വല്ല പക്ഷികളും മൃഗങ്ങളും ഒക്കെ അല്ലേ? അയ്യോ, അതിവിടുത്തെ വീട്ടുകാരിയാ. ആള് പെശക. മാറി നിന്നോ. അതിനെന്താ, നമുക്കും ഇവിടെ അവകാശമുണ്ട്. അയ്യോ, അങ്ങോട്ട് പോകണ്ട. പോകാക്കെ. കണ്ണു വെച്ചാൽ അടുക്കളയിൽ കയറി കട്ട് തിന്നു. സാരമില്ല, നമുക്ക് പറമ്പിന്റെ അങ്ങേ ഭാഗത്തേക്ക് പോകാം. വാ, വിഷമിക്കണ്ട. ഈ വീട്ടിലും പറമ്പിലും എവിടെ നോക്കിയാലും പക്ഷികളും പ്രാണികളും മൃഗങ്ങളും ഒക്കെ ഉള്ളൂ. നിങ്ങൾക്കൊന്നും കാണുന്നില്ലേ? ഇരുത്തിലെല്ലാം അടിച്ചോടിക്കണം. നമുക്ക് മക്കൾക്കും ഇവിടെ ജീവിക്കണ്ടേ? അരുത്, അങ്ങനെ ചിന്തിക്കരുത്. അടിച്ചോടിച്ചാൽ എങ്ങോട്ട് പോകും? എന്തു ചെയ്യും? അടുത്ത പറമ്പുകളിൽ ചെന്നാൽ ഉടമകൾ ഉപദ്രവിക്കില്ലേ? ഭൂഗോളം തന്നെ ഒട്ടധിക ഭാഗവും കഷണം കഷണങ്ങളായി ഓരോരുത്തർ, അതായത് മനുഷ്യർ, തീരെ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പക്ഷിമൃഗാദികൾ എന്തു ചെയ്യും? അവരെവിടെ പോകും? ഇത് നല്ല പുതുമ. വീടിനകം മുഴുവനും വെട്ടുകാലികളും പല്ലികളും മോന്തും ഉറുമ്പും ഒക്കെയാ. പുസ്തകങ്ങളും വസ്ത്രങ്ങളും എല്ലാം ചിതറി തിന്നുന്നു. എലികളുടെ ശല്യമാണെങ്കിൽ പറയാനും വയ്യ. ഇതൊന്ന് കേൾക്കൂ. ഇവയെല്ലാം ജീവനുള്ളവയാണ്. നമ്മളെപ്പോലെ ഇവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. മതി നിങ്ങളുടെ തത്വശാസ്ത്രം. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തൽക്കാലം ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ? എന്താണ്? പറഞ്ഞാട്ടെ. വരിക്കപ്ലാവിൽ ചക്ക പഴുത്തു. പേരയ്ക്ക, സപ്പോട്ട, ആത്തച്ചക്ക, റുമ്മാൻ, ഇതൊക്കെ പക്ഷികളും വവ്വാലും മണ്ണാനും കൊണ്ടുപോകുന്നു. ആ ചക്കയെങ്കിലും പറിച്ചു തരൂ. ഞാനും മക്കളും മക്കളുടെ മക്കളും ഒന്ന് തിന്നട്ടെ. അപ്പോൾ പക്ഷിയും മണ്ണാനും ഒക്കെ എന്ത് ചെയ്യും? അവർക്കും വിശക്കില്ലേ? അവർക്കും ഇതെല്ലാം കഴിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾ പറിക്കുന്നുണ്ടോ ഇല്ലയോ? പക്ഷികളെ, അണ്ണാനെ, ക്ഷമിക്കുക. എന്നോട് ക്ഷമിക്കുക.
ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഓ, ഇപ്പോൾ വേണ്ട, പിന്നീടാവട്ടെ. എന്നാ ശരി. ഈ വീടിന്റെ അവസ്ഥ കണ്ടോ? വൃത്തിയാക്കി വൃത്തിയാക്കി മനുഷ്യൻ മടുത്തു. ഇവിടെ ഒരാൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല. ഒരു ജന്തുസ്നേഹം കൊണ്ട് വന്നിരിക്കുന്നു. വീണ്ടും എന്തുണ്ടായി? എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യം ഒന്നിനൊരു പരിഹാരമല്ല. നിങ്ങൾക്കത് പറയാം. ഈ വീടിനുള്ളിൽ എങ്ങനെ സമാധാനത്തോടെ കഴിയും? ഇത് കണ്ടോ? 200 ഉരുട്ടുകാരി, 50 പാറ്റ, 30 ചീവീട്, 5 തേള്, 4 പഴുതാറ്, 7 വണ്ട്, 2000 ഉറുമ്പുകൾ, 500 ചിതലുകൾ. അതിനൊക്കെ നീ എന്ത് ചെയ്തു? കൊന്നു. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഓ കഷ്ടം, നിനക്ക് അതിനെങ്ങനെ മനസ്സ് വന്നു? അവയെല്ലാം ഈ ഭൂമിയുടെ അവകാശികളല്ലേ? തേങ്ങാക്കോല, എന്നെ വെറുതെ ദേഷ്യം പഠിപ്പിക്കരുത് കേട്ടോ. തേങ്ങ വേണല്ലോ. തേങ്ങ വേണോ? എവിടെ? തേങ്ങ തെങ്ങിൽ നിന്നല്ലാതെ പിന്നെ എവിടുന്ന് വീഴാനാ മനുഷ്യ? എന്ത് പറ്റിയാവോ? തേങ്ങകൾ ഇങ്ങനെ വീഴാൻ തുടങ്ങിയാൽ ഈ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? തേങ്ങ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടല്ലേ ഈ വീട്ടിലെ ചിലവ് നടക്കുന്നത്? എന്തു പറ്റി? എങ്ങനെയാ വീണത്? എന്ത് പറ്റാണ്? വല്ല എലിയും കയറി തുരന്നിട്ടതാവും. ഏയ്, അത് എലിയൊന്നും ആയിരിക്കില്ല. തെങ്ങിന് വല്ല അസുഖം ബാധിച്ചതാവും. ഓ, തുടങ്ങി നിങ്ങളുടെ ജന്തുസ്നേഹം. എലികളെ കുറ്റം പറയില്ലല്ലോ. അല്ലെന്നേ, അത് എലിയൊന്നും ആയിരിക്കില്ല. നീ ഒന്ന് വിശ്വസിക്കേ. മതി, ഇനി നിങ്ങളൊന്നും പറയണ്ട. ഞാനേ ആ തെങ്ങേറ്റക്കാരനെ വിളിച്ചിട്ട് വരാം. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് അവൻ അറിയാൻ പറ്റും. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. തെങ്ങുകയറ്റക്കാരനെ വിളിക്കാൻ പോയിട്ട് കൂട്ടുകാരിയും ഉണ്ടല്ലോ കൂടെ. തേങ്ങ വീണ വിവരം അറിഞ്ഞു വന്നതാ. ഓഹോ, എങ്കിൽ കൂട്ടുകാരിക്ക് സ്വാഗതം, തെങ്ങുകയറ്റക്കാരനും സ്വാഗതം. ഇനി നിങ്ങളൊന്നും പരിചയണ്ട, ഞമ്മള് നോക്കിക്കോളാം. എന്താ നിങ്ങളെ പ്രശ്നം? തെങ്ങോ പനെ? പനെ തെങ്ങോ? ഈ അയമുട്ടി കയറാത്ത തെങ്ങോ പനയുണ്ടോ ഈ നാട്ടില്? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ആകാശം മുട്ടുന്ന തെങ്ങ്, അയിമ കൊറേ തേങ്ങ. ആരും കേറാൻ കൂട്ടാക്കിയില്ല. പിന്നെ ആര് കേറി? ആര് കേറി? ആരാ? ആരാ? ഈ ഞമ്മള്, ഈ അയമുട്ടി. നമ്മളാ തളപ്പങ്ങിട്ടിട്ട് റോക്കറ്റ് പോലെ സുറൂന്ന് മേലേക്ക് കയറി തേങ്ങയിട്ട് കരിക്കും കുടിച്ച് സുറൂന്ന് താഴേക്കും വന്ന്. താഴെ കണ്ടു നിൽക്കുന്നവരൊക്കെ എന്റെ മോനെ എന്താ ഒരു കയ്യടി. എന്താലേ നമ്മളൊരു സംഭവം തന്നെ. ഇതൊക്കെ ഞങ്ങൾക്കറിയാം എന്റെ അൽമുട്ടിയെ. നീ ഇപ്പൊ ഇവിടുത്തെ തേങ്ങകളൊന്ന് നോക്ക്. തേങ്ങ ഏത്? എന്ത്? ആ, ഇവിടുത്തെ തേങ്ങ. നമ്മളത് മറന്ന്. എവിടെ
നമ്മള് നോക്കിയിട്ട് 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 അതായത് ആകാശം മുട്ടുന്ന തെങ്ങ് അയിമ കൊറേ തേങ്ങ. എന്റെ അയിമുട്ടി ഒന്ന് നിർത്ത്. മതി നിന്റെ ആകാശം മുട്ടിക്കല്. നീ തേങ്ങ എങ്ങനെ വീണതെന്ന് പറയും. ആ ശരി പറയാം. എന്റെ ഒരു അഭിപ്രായത്തില് പറയേ. ഇത് എലിയും കൂമനും ഒന്നുമല്ല. പിന്നെ ഇത് വവ്വാല് തിന്നിട്ടതാ. വവ്വാലോ? അതന്നെ വവ്വാലെന്നെ വവ്വാൽ. സൂക്ഷിച്ചോളി, എല്ലാ തേങ്ങയും അത് കുത്തിയിടും. നമ്മൾ പറഞ്ഞില്ലാന്ന് വേണ്ട. അമ്പട വവ്വാലേ, അപ്പൊ നീയാണ് ഇതിന്റെ പുറകിലല്ലേ? അമ്പടാ. എന്നാ നമ്മള് പോവാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെങ്ങോ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ. കേറാൻ നമ്മള് വരാം. കേട്ടില്ലേ, തേങ്ങ കൊത്തരുന്നത് വവ്വാലുകളാണെന്ന്. വവ്വാലുകളോ? അതെ, വവ്വാലുകൾ തന്നെ. ആ തെങ്ങേറ്റക്കാരൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? വവ്വാലുകളെ കൊന്നുകളയണം. അരുത്, ഒന്നിനെയും കൊല്ലാൻ നമുക്ക് അവകാശമില്ല. തേങ്ങകൾ വവ്വാലുകൾക്ക് കൂടി ഉള്ളതാണ്, നമുക്ക് മാത്രമുള്ളതല്ല. ഓ, വീണ്ടും ചന്ദ്രസ്നേഹം. തേങ്ങകളില്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയാകും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്ത് ചെയ്യാൻ പോകുക? എന്റെ അമ്മാവന്റെ മകന്റെ പക്കൽ ഒരു ഭയങ്കര തോക്കുണ്ട്. വെടിപൊട്ടിയാൽ കുട പോലെ ഉണ്ടകൾ ചിതറും. ഒരു വെടിക്ക് 50 വവ്വാലെങ്കിലും ചാകും. ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം. അവൻ എല്ലാത്തിനും വെടിവെച്ച് കൊന്നോളും. തോക്ക് അത് പാപത്തിന്റെ പ്രതിരൂപമാണ്. മനുഷ്യർ തോക്ക് കണ്ടുപിടിച്ചത് വലിയ തെറ്റായിപ്പോയി. പാപത്തിന്റെ സന്താനമാകുന്നു തോക്ക്. വെടിവെക്കാൻ ഞാനില്ല, ഒന്നിനെയും കൊല്ലാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ കയ്യിലെങ്കിൽ വേണ്ട, ഞാൻ ചെയ്തോളാം. വാടി. വാവലുകളെ, മാപ്പ്. നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ദൈവം തമ്പുരാനെ, ഞാൻ എന്തു ചെയ്യും? ആ കശ്മല സംഹാരത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. പാവം ആ മിണ്ടാപ്രാണികൾ, അവരിതൊന്നും അറിയുന്നില്ലല്ലോ. എനിക്ക് വെടിവെക്കാൻ നിർത്തിയായി. എനിക്ക് കാണിച്ചു തരൂ, കാണിച്ചു തരൂ. വിളിച്ചിരിക്കാല്ലേ? എവിടെ വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഞാൻ ആരാണെന്നറിയാമോ? എന്റെ ഒറ്റ വെടിക്ക് 2 അല്ല, 10 അല്ല, 50 വവ്വാലുകളാകും. എന്റെ അമ്മ, ഓ, പൂച്ചയായിരുന്നോ? ഞാൻ വിചാരിച്ചു. പൂച്ച, പൂച്ച, പോ പൂച്ച. അയ്യോ, അയ്യോ, തോക്ക്, തോക്ക്. മനുഷ്യരെ പേടിപ്പിച്ചല്ലോ. അയ്യോ അയ്യോ, തോക്കൊന്നും അങ്ങനെ പിടിക്കരുതട്ടോ. ഓ, വവ്വാലെവിടെ? വവ്വാലെവിടെ? വവ്വാൽ ഇവിടെയല്ല, തെങ്ങില. ഓ ഓ, തെങ്ങിലാണോ? എന്നാ നേരത്തെ പറയണ്ടേ? ഓ, come on. വവ്വാലുകളെ കാണുന്നില്ലല്ലോ. ആ ശരിയാ, അവറ്റകൾ പകൽ നേരത്തെ ഇവിടെ ഉണ്ടാകില്ല. പിന്നെ എവിടെ ഉണ്ടാകും? ഇവിടെ അടുത്ത് പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. അതിനടുത്ത് 2 ആൽമരങ്ങളുണ്ട്. അതിൽ 2-3000 വവ്വാലെങ്കിലും ഉണ്ടാകും. എല്ലാത്തിനെയും ഞാൻ വെടിവെച്ച് കൊല്ലാം. വരൂ, നമുക്ക് പോകാം. Come on. വാവ
വവ്വാലുകളെ, നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ഞാൻ നിരപരാധി. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളുക, രക്ഷപ്പെട്ടുകൊള്ളുക. എന്തു പറ്റി? വവ്വാലുകളെ കൊല്ലില്ലേ? ഞങ്ങളൊരു കണക്കിന് ജീവനോടെ രക്ഷപ്പെട്ടതാ. ആ ക്ഷേത്രത്തിന് ചുറ്റും കുറേ വീട്ടുകാരുണ്ട്. 100-300 പേര് ഞങ്ങളെ മാരകായുധങ്ങളുമായി വളഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? വാവലുകളെ വെടിവെച്ചിരുന്നെങ്കിൽ അവർ ഞങ്ങളെ കൊന്നു കൊലവിളിച്ചേനെ. അതെന്തിനാ? വാവലുകൾ മനുഷ്യരുടെ പൂർവികന്മാരുടെ ആത്മാക്കളാണത്രേ, വെടിവെക്കാൻ പാടില്ലാന്ന്. അങ്ങനെ അവര് പറഞ്ഞത്. അല്ല, അതങ്ങനെയല്ല. വാവലുകൾ ആരുടെയും പൂർവികന്മാരുടെ ആത്മാക്കളല്ല. കടവാതിലുകൾ എന്ന വാവലുകൾ ദൈവം തമ്പുരാന്റെ സൃഷ്ടികളിൽപ്പെട്ടവയാണ്. തെങ്ങുകളിലെ തേങ്ങകളിൽ അവർക്കും അവകാശമുണ്ട്. നമുക്ക് അതിന്റെ ബാക്കി മതി. ദൈവ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തിലെ പൂക്കളും ചെടികളും പഴങ്ങളും വായുവും വെള്ളവുമെല്ലാം ഇവിടുത്തെ സർവചരാചരങ്ങൾക്കും അവകാശപ്പെട്ടവയാണ്. നാം ഒരിക്കലും സ്വാർത്ഥരാകരുത്. നമ്മൾ മനുഷ്യവർഗത്തോടൊപ്പം സകല പക്ഷികളും പ്രാണികളും മൃഗങ്ങളുമൊക്കെ ഇവിടെ സഹവർത്തിത്വത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അങ്ങനെ ഈ ഭൂമി മനോഹരമാവട്ടെ, സുന്ദര സുരഭിലമാവട്ടെ. ഓർക്കുക, എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികൾ.